ദുബായ് കടപ്പുറം എന്ന് കരുതി ചെന്നൈ കടപ്പുറത്ത് എത്തിപ്പെട്ട ദാസനെയും വിജയനെയും നമുക്കറിയാം അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും രക്ഷപ്പെടുന്ന ആ സിനിമയിൽ രക്ഷപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഒരു ടവറാണ്, അണ്ണാ ടവർ. അതായത് ഈ പവനായി ശവമാകുന്ന ടവർ. മലയാള സിനിമാ പ്രേമികൾ മറക്കാത്ത അണ്ണാ ടവറിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടോട് ഇനിയത്തെ യാത്ര. ചെന്നൈ അണ്ണാ ടവറിൽ നിന്നും മനീഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. വണക്കം. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ ചെന്നൈയിലെ മറ്റൊരു സ്ഥലത്തേക്കാണ്. കഴിഞ്ഞ തവണ നമ്മൾ ദാസൻ്റെയും വിജയിൻ്റെയും ദുബായ് കണ്ടിരുന്നു. ഇന്ന് ആ സിനിമയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ ആയിട്ടുള്ള വാടക കൊലയാളി പവനായി ശവമായ അടുത്തേക്ക് പോയി വരാം. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദ റിയൽ പ്രൊഫഷണൽ കില്ലർ പവനായിയെ ദാസനും വിജയനും ചേർന്ന് കൊലപ്പെടുത്തിയ സ്ഥലം അണ്ണാനഗറിലെ, ചെന്നൈയിലെ അണ്ണാനഗറിലെ അണ്ണാ ടവർ. കാണാം അണ്ണാനഗറിലെ വിശേഷങ്ങൾ. ഒരുപാട് കാലം ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അണ്ണാ ടവർ എന്ന് പറയുന്നത്. കാരണം മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ വന്ന് അതിനുശേഷം ആ ഒരു സിനിമ വന്നതിന് ശേഷം ധാരാളം ആളുകൾ ഇതിന് മേളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു മേഖലയാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇതെല്ലാം ഒന്ന് റിനോവേറ്റ് ചെയ്ത് സഞ്ചാരികൾക്ക് എപ്പോഴും എത്താവുന്ന രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമയം കൊടുത്തുകൊണ്ട്, മാത്രമല്ല ഇതിന് ചുറ്റുപാടുമുള്ള മേഖലകളൊക്കെ നല്ല രസകരമായി പാർക്കൊക്കെ നിർമ്മിച്ച് അങ്ങനെ ഒരു ചെന്നൈയിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസം സ്പോട്ടായി ഇപ്പോൾ ആ ഒരു അണ്ണാ ടവർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അണ്ണാ ടവറിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ദാസനും വിജയനും ചേർന്ന് നമ്മളെ പവനായിയെ ശവമാക്കിയത്. എന്തായാലും ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമ്മളെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. ഒരു ചെന്നൈ നഗരത്തിൽ എപ്പോഴും വന്നിരിക്കാവുന്ന കുറച്ച് സമയം, വളരെയധികം സമയം ചിലവഴിക്കാവുന്ന രീതിയിലേക്ക് എന്തായാലും ഇപ്പോൾ അണ്ണാ ടവർ മാറിയിട്ടുണ്ട്. സൂപ്പറല്ലേ, എന്താ കുഴപ്പം? അടിപൊളിയാണ്. ഇതിപ്പോൾ വൈകുന്നേരം വന്നാൽ ഇനിയും കുറച്ച്, കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആകെ ഒരു വെള്ളച്ചാട്ടം അതൊക്കെ കണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ ഇതില്ല. അപ്പോൾ സമയമായി ഒരു 6 മണി കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പേ വാൾട്ടർ വെട്ടിവേൽ പടം, ഒരു സത്യരാജിൻ്റെ പടം വന്നിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ ലാസ്റ്റ് സീനിൽ ഇതാ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒന്നാണ് ഞാൻ കാണാൻ. ഇതാ ഇതിനോടൊക്കെയൊക്കെ മദ്രാസ് മൊത്തം കാണാമല്ലോ. മദ്രാസിന് എല്ലാം ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ചെന്നൈയിലെ അണ്ണാ ടവറിലെ കാഴ്ചകൾ. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം റൈഡിംഗ് റിപ്പോർട്ടറിൽ. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതിനൊപ്പം മനീഷ് മൂർത്തി, 24.